തകർന്നു പോയ ജീവിതത്തെ ദൈവം എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു? ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും. നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ. നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ മനസ്സിലാക്കാതെ പോകുമ്പോഴും, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നമ്മുടെ ഹൃദയം വേദന കൊണ്ട് നിറയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ദൈവം എന്നെ കാണുന്നുണ്ടോ? എന്നാൽ ഓർക്കുക, നമ്മുടെ കണ്ണുനീർ പോലും കാണുന്ന ദൈവമാണ് നമ്മുടേത്. മനുഷ്യർ നമ്മളെ മറന്നാലും ദൈവം ഒരിക്കലും മറക്കുകയില്ല. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതവും ഇരുണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോകും. പക്ഷേ ആ ഇരുട്ട് അവസാനമല്ല. ദൈവം പുതിയ ഒരു തുടക്കത്തിനായി നമ്മളെ ഒരുക്കുന്ന സമയമായിരിക്കും അത്. നമ്മുടെ ബലഹീനതകളിലും പരാജയങ്ങളിലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ വീണു പോകുമ്പോൾ നമ്മളെ ഉയർത്തുന്നവനും തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുന്നവനും ദൈവമാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം ആരംഭിക്കും. ഭയത്തിന് പകരം ധൈര്യം ലഭിക്കും. നിരാശയ്ക്ക് പകരം പ്രത്യാശ ലഭിക്കും. പ്രിയ സുഹൃത്തെ, ഇന്നത്തെ സാഹചര്യം എത്ര ബുദ്ധിമുട്ടായാലും അത് ഒന്നിൻ്റെയും അവസാനമല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ മാത്രം ഉയരാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും കൂടിയാണ്. ഓർക്കുക, തകർന്നതിനെ പുനഃസ്ഥാപിക്കാനും നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്ത ആ കർത്താവിൻ്റെ ആ തിരുവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ പ്രത്യാശ ഒരിക്കലും കൈവിടരുത്. ആമേൻ.